28 വർഷത്തെ കലോത്സവ പരിചയമുള്ള അനന്തുവിന് 64ാമത് സംസ്ഥാന കലോത്സവം നൽകിയത് പുത്തൻ അനുഭവമാണ്. സ്വന്തം മകൾ അഞ്ജലി കൃഷ്ണ മോഹിനിയാട്ടത്തിന് തട്ടിൽ കയറിയപ്പോൾ കഴിഞ്ഞ 28 വർഷമില്ലാതിരുന്ന ആകാംക്ഷയായിരുന്നു അനന്തുവിന്റെ മുഖത്ത്. 28 കലോത്സവങ്ങളിലെ വിജയികളുടെ പേര് വിവരങ്ങൾ ഓർത്തിരിക്കുന്ന അനന്തുവിന്റെ മനസ്സിൽ ഇത്തവണ സ്വന്തം മകളുടെ പേരാണുള്ളത്. വർഷമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ ഒന്നും തുടർച്ചയായിട്ട് കണ്ട് ഒരു കലോത്സവം പോലും കാണാതിരുന്നിട്ടില്ല. പക്ഷെ ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ മോൾ ഇത്തവണ മത്സരാർത്ഥിയായിട്ട് മോഹിനിയാട്ടത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ടത്തിൽ മത്സരാർത്ഥിയായിട്ട് വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പം ഞാനിതുവരെ കണ്ട ഐറ്റങ്ങൾ മറ്റുള്ള കുട്ടികളുടേതായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ കണ്ടത് എൻ്റെ മോളുടെ മോഹിനിയാട്ടം സംസ്ഥാന കലോത്സവത്തിൽ കണ്ടു എന്നുള്ളതാണ്. വർഷങ്ങളായുള്ള അച്ഛന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്ത സംതൃപ്തിയിലാണ് മകൾ അഞ്ജലി കൃഷ്ണ. അച്ഛൻ സ്വപ്നം കണ്ട വേദിയാണത്. അച്ഛൻ ഇപ്പോൾ അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴും അച്ഛൻ ഡാൻസിനെ പറ്റി പറയുമ്പോഴും എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അച്ഛൻ എന്തോരം അതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ എങ്ങനെ ഞാൻ ആവണമെന്ന് മുന്നേ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാം എനിക്ക് സംസാരിക്കുമ്പോഴേ മനസ്സിലാവുമായിരുന്നു. ഇനിയും അച്ഛൻ്റെ സ്വപ്നത്തിന് പിന്നാലെ പോകാൻ കഴിയട്ടെ. കഴിഞ്ഞ കലോത്സവത്തിൽ 28 വർഷത്തെ വിജയികളുടെ പേര് വിവരങ്ങൾ കാണാതെ പറഞ്ഞ് വൈറലായ വ്യക്തിയാണ് അനന്തു സുധീഷ്. അമൃത ന്യൂസ്, തൃശൂർ.